അതർ ബ്രോക്കറിൽ നിന്നും നമ്മുടെ ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതായിരുന്നു. ട്രഡീഷണലി ഇതിന് 4 രീതിയിലുള്ള പ്രോസസ് ഫ്ലോ ഉണ്ടായിരുന്നു. നമ്പർ 1, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കർ ഏതായിരുന്നു ആ ബ്രോക്കറിന്റെ കയ്യിൽ നിന്നും DIS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം. സോ ഈ DIS എന്ന് വെച്ചാൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ്. സോ അത് നമ്മൾ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടിയിരുന്നു. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്നും DP നമ്പർ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ISN നമ്പർ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്ത് ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. സോ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കർ ആരാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് ഏത് ബ്രോക്കറിലേക്കാണോ ആ ബ്രോക്കറിലേക്ക് നമ്മൾ അയക്കുന്നു. അവരതിന് വെരിഫിക്കേഷൻ ചെയ്ത് അവർ പിന്നെ ഡെപ്പോസിറ്ററിയിലേക്ക് അയച്ച് തിരിച്ച് നമുക്ക് വെരിഫിക്കേഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് ഏതാണ്ട് 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായി. സോ നമ്മൾ പറഞ്ഞു ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോക്യുമെന്റേഷൻ എല്ലാം ഫിൽ ചെയ്ത് ഡോക്യുമെന്റ്സ് ഡെപ്പോസിറ്ററിയിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വെരിഫിക്കേഷനായി അത് കൺഫേം ചെയ്ത് 10 ദിവസത്തിനോട് നിയർലി 10 ഡേയ്സ് എടുക്കും നമുക്ക് റിട്ടേണിലേക്ക് നമുക്ക് അപ്രൂവൽ വരുവാൻ. ആ അപ്രൂവലിൽ നിന്നും നമ്മൾ പിന്നെ നമ്മുടെ ബ്രോക്കറിലേക്ക് അയച്ചതിന് ശേഷം ദെൻ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ട്രാൻസ്ഫർ നടക്കും. സോ ഇത്തരം ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലായിരുന്നു മുൻകാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് ഒരു ബ്രോക്കറിൽ നിന്നും ഇനിയൊരു ബ്രോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എടുത്തിരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തഡോളജി. പക്ഷേ ദെൻ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ ഓൾറെഡി പറഞ്ഞ മാതിരി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിജിറ്റലി തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ടിനെ നിങ്ങൾക്ക് ഡിമാറ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ വിശദമായിട്ട് നോക്കാം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.